നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത് ദുരിതാശ്വാസമാണോ അതോ ദുരിതം ഈ ഗവൺമെന്റിന് ഒരു ആശ്വാസമാണോ? ഇതാണ് ചോദ്യം. ഞാനിങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഒരു സാധാരണ ഒരു മരണം സംഭവിച്ചാൽ ആ മൃതദേഹം ഹൈന്ദവ ആചാരമനുസരിച്ച് സംസ്കരിക്കുന്നതിന് ഇന്നത്തെ നിലയിൽ അതിന്റെ ചെലവ് ഒരു 10,000 രൂപയൊക്കെ വന്നേക്കാം. അതിന് കുറച്ചുകൂടി വിശാലമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു പക്ഷെ ഒരു 10,000 കൂടെ കൂട്ടിക്കൊള്ളും, അപ്പോഴും 20,000 രൂപ. എന്നാൽ വയനാട്ടിലെ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശവസംസ്കാരം നടത്തിയതിന് സർക്കാർ കണക്കാക്കിയിട്ടുള്ള ചെലവ് 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് 2,76,00,000 രൂപയാണ്. എസ്റ്റേറ്റ് ഉടമ വിട്ടുകൊടുത്ത സ്ഥലത്ത്, സന്നദ്ധ സംഘടനകൾ നിസ്വാർത്ഥ സേവനമായിട്ട് കുഴിയെടുത്തു കൊടുത്ത സ്ഥലത്ത്, സേവാഭാരതിയെ പോലുള്ള സംഘടനകൾ അശ്രാന്ത പരിശ്രമത്തില് ശവസംസ്കാരം നടത്തിയിട്ടുള്ള ഒരു സ്ഥലത്ത് 75,000 രൂപ ചെലവായത് എങ്ങനെയാണെന്ന് പൊതുസമൂഹത്തിന് അറിയുവാൻ അവകാശമുണ്ട്. കൂടാതെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്ക് 11 കോടി രൂപ വിലയിരുത്തിയതായിട്ടും കണക്കുകൾ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 1 രൂപ പോലും വാങ്ങിക്കാതെയാണ് സേവാഭാരതി വയനാട്ടിൽ ശവസംസ്കാരം നടത്തിയത് എന്നിരിക്കെ 75,000 രൂപ ഒരു ശവസംസ്കാരത്തിന് വേണ്ടി സർക്കാർ എഴുതിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. സർക്കാരിന്റെ സത്യവാങ്മൂലം അനുസരിച്ച് വാളണ്ടിയർമാരുടെ വണ്ടി ചെലവിനും ഭക്ഷണത്തിനും കൂടി 14 കോടി രൂപ ചെലവായതായിട്ട് കാണിച്ചിരിക്കുന്നു. ഇതിൽ ഗതാഗതത്തിന് മാത്രം 4 കോടി രൂപ ചെലവായതായിട്ട് കാണിക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പില് 30 ദിവസത്തെ ജനറേറ്ററിന്റെ ചെലവ് 7 കോടി രൂപയാണ്. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഉപയോഗിച്ചതിന് ആ വകയിൽ 12 കോടി രൂപ എഴുതിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ചെലവുകൾ സുതാര്യമായിട്ട് ചെയ്യേണ്ടതല്ലേ? സാധാരണക്കാരൻ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, കുടുക്ക പൊട്ടിച്ചും വഞ്ചി പൊട്ടിച്ചും സൈക്കിൾ വിറ്റും ആടിനെ മേടിക്കാനുള്ള കാശും ഒക്കെ കൊടുത്തിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. ഇതൊരു വിശ്വാസം. ഒരു ഗവൺമെന്റിനെ ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഒരു വലിയ ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാമ്പത്തികം അതെടുത്തിട്ട് അനാവശ്യമായി ചെലവഴിക്കുമ്പോഴേ അത് ചോദിക്കില്ലേ? JCB, ഹിറ്റാച്ചി, ക്രെയിൻ എന്നിവയുടെ വാടക ഇനത്തില് 15 കോടിയാണ് ചെലവഴിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണത്തിനുള്ള ചെലവ് 8 കോടി, മെഡിക്കൽ പരിശോധനാ ചെലവ് 8 കോടി. സർക്കാരിന്റെ സത്യവാങ്മൂലത്തില് ദുരിതബാധിതർക്ക് കൂടുതൽ പണം ചെലവാക്കിയിട്ടുള്ളത് സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ നിസ്വാർത്ഥ സേവനം ചെയ്ത സന്നദ്ധ പ്രവർത്തകർ ശമ്പളം വാങ്ങിയിരുന്നോ എന്നുള്ളത് ഇവർ പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവരുടെ ഓരോ ദിവസത്തെയും അവരുടെ കഷ്ടപ്പാടനുസരിച്ചിട്ട് ആ കഷ്ടപ്പാടിനെ ചൂഷണം ചെയ്യല്ലേ, അവരെ അത് വിലയില്ലാതാക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്? അതാണ് ഞാൻ മുമ്പ് ചോദിച്ചത്. ഈ ഗവൺമെന്റ് ചെയ്യുന്നത് ദുരിതാശ്വാസമാണോ അതോ ദുരിതം ഈ ഗവൺമെന്റിന് ഒരു ആശ്വാസമാണോ? ഇതാണ് നമ്മളുടെ ചോദ്യം. ഇത് വരും നാളുകളിൽ വലിയ രീതിയിൽ ചോദിക്കപ്പെടും. ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് വ്യക്തമാണ്.